പ്ലഗിൻസ് കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ പ്ലഗിൻസിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഒരു ആർട്ട്ബോർഡ് ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം ഈ പ്ലഗിൻസ് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഓൾറെഡി പ്ലഗിൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പ്ലഗിൻസ് ഇവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് പ്ലഗിൻസ് പ്ലസ് ആയിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പ്ലഗിൻസിൻ്റെ വിൻഡോയിലേക്കാണ് പോകുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഡിസ്കവർ, ബ്രൗസ്, മാനേജ്, ഈ 3 ഓപ്ഷൻ ഉണ്ടാവും. മാനേജിൽ വരുന്നത് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പ്ലഗിൻസ് ആണ്. ഓക്കെ, നമുക്ക് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പ്ലഗിൻസ് ഉണ്ട്. നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, 3 റൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അൺഇൻസ്റ്റാൾ കൊടുത്താൽ മതി, അത് അൺഇൻസ്റ്റാൾ ആയി പോകുള്ളൂ. ഓക്കെ, അൺഇൻസ്റ്റാൾ കൊടുത്തു, പ്ലഗിൻ അൺഇൻസ്റ്റാൾ എന്നുള്ള ഒരു വാർണിംഗ് വിൻഡോ വന്നിട്ടുണ്ട്. അൺഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് പ്ലഗിൻസ് റിമൂവ് ആയിക്കോളൂ. ഓക്കെ, ഇനി ബ്രൗസ് എന്നുള്ളൊരു ഓപ്ഷനിൽ നമുക്ക് ഓൾറെഡി ഇവിടെ ഒത്തിരി പ്ലഗിൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു Adobe XDയിൽ. ഓക്കെ, നമുക്ക് സെർച്ച് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 3 ലൈൻ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലഗിൻസ് എന്നുള്ളൊരു ഓപ്ഷൻ താഴെ നമുക്ക് കാണാം. അതിനുശേഷം നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പ്ലഗിൻസ് ഇവിടെ ഓൾറെഡി നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് മാനേജ് പ്ലഗിൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലഗിൻസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതും ഒരു വേറൊരു ഓപ്ഷനാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്കൊരു UI ഫേസസ് എന്ന് പറഞ്ഞൊരു പ്ലഗിൻസ് നോക്കാം. ഓക്കെ, അതിനായിട്ട് പ്ലഗിൻസിൽ വരുന്നു, ഇവിടെ പ്ലഗിൻസിൽ വരുന്നു. അതിനുശേഷം മാനേജ് പ്ലഗിൻസ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം UI ഫേസസ് എന്ന് പറഞ്ഞൊരു പ്ലഗിൻ സെർച്ച് ചെയ്യണം. ഓക്കെ, UI, ഇതാണ് നമ്മുടെ UI ഫേസസ് എന്ന് പറഞ്ഞൊരു പ്ലഗിൻ. ഓക്കെ, ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനിത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. അൺഇൻസ്റ്റാൾ ചെയ്തു. ഓക്കെ, എന്തിനാ അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം UI ഫേസസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ഓക്കെ, അതിന് ശേഷം ഇതാണ് നമ്മുടെ പ്ലഗിൻ. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുന്നു. ഓക്കെ, Avodha promise you a bright future. Learn now, pay after you land a job. Register now.